ഫ്ലവേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നിറപറ ഓണം പായസമേളയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പുതിയ ദിവസം, പുതിയ പ്രതീക്ഷകൾ, പുതിയ പായസങ്ങൾ അല്ലേ? നമുക്കിന്ന് 4 പായസങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് 4 പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അവരെ വിളിക്കുക അല്ലേ? ആദ്യം തന്നെ നമുക്ക് വൈപ്പിൽ നിന്നുള്ള ചന്ദ്രജ രഘുവിനെ സ്വാഗതം ചെയ്യാം. ചന്ദ്രജ, പ്ലീസ് കം. വെൽക്കം. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണല്ലോ. ഒരു ഫുൾ മൂൺ അന്നാണോ ഉണ്ടായത്? അതെ, കറക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണ്. ഫുൾ മൂൺ അന്നാണ് പൂർണ്ണചന്ദ്രനെ കണ്ട ദിവസമാണ് ചന്ദ്രജ ജനിച്ച ദിവസം അല്ലേ? അതുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. നല്ല പേരിട്ടു, ചന്ദ്രജ. നല്ല പേരാണ്. അപ്പൊ ചന്ദ്രജ എന്ത് പായസമാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത്? കൊപ്ര സേമിയ. ദൈവമേ, പേരിലും ഡിഫറെന്റ്. ഉണ്ടാക്കാൻ പോകുന്ന പായസവും ഒന്നുകൂടി പറയൂ. കൊപ്ര സേമിയോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്കറിയണം. പക്ഷേ നമുക്ക് ബാക്കി 3 മത്സരാർത്ഥികളെ കൂടി സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ചന്ദ്രജ, അടുത്തതായിട്ട് നമുക്ക് കടവന്ത്രയിൽ നിന്നും രമ്യ വന്നിട്ടുണ്ട്. രമ്യയെ സ്വാഗതം ചെയ്യാം. രമ്യ, വെൽക്കം. രമ്യ എന്ത് ചെയ്യുന്നു? ഞാൻ ബികോം ഫൈനൽ ഇയർ ചെയ്യാം. അത് ശരി, കണ്ടാൽ തന്നെ അറിയാം ഒരു സ്റ്റുഡൻ്റ് ആണെന്ന്. അപ്പോൾ ഇന്ന് എന്താണ് ഈ സ്റ്റുഡൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ചെറുപയർ പരിപ്പിന്റെ പായസം. ചെറുപയർ പരിപ്പിന്റെ പായസം. കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. എനിവേസ്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് മാഹിയിൽ നിന്ന് റെജീന വരുന്നുണ്ട്. റെജീനയെ പരിചയപ്പെടാം. റെജീന, എന്താണ് മാഹിയിൽ നിന്ന് വന്ന് റെജീന ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ? അവൽ പായസം. അവൽ പായസം. എന്താണ് ഈ മാഹിയിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ അവൽ പായസം വല്ലതും ആണോ? അതെ അതെ, ശരി. അപ്പോൾ അത് നമുക്ക് കാണണം. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യണേ. അടുത്തതായി എറണാകുളത്ത് നിന്ന് വന്ന ദീപയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദീപ, വെൽക്കം. എന്ത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? കപ്പലണ്ടി സേമിയ പായസം. കപ്പലണ്ടി സേമിയ പായസം. ഇത് സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതാണോ അതോ ഇന്ന് ഇവിടെയാണോ പരീക്ഷിക്കാൻ പോകുന്നത്? ഇല്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. 4 മത്സരാർത്ഥികളും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇവർക്ക് അത് തുടങ്ങാനുള്ള ഒരവസരം കൊടുത്താൽ മതി. അവരിപ്പോൾ തകർക്കും എന്നുള്ള മട്ടിലാണ് എല്ലാവരും. നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ മതി പായസം ഇപ്പോൾ ഉണ്ടാക്കും. പക്ഷെ നമുക്ക് അതിനു മുമ്പ് ഇൻഗ്രീഡിയൻസ് അറിയണ്ടേ? നമുക്ക് ദീപയോട് തന്നെ ആദ്യം ചോദിക്കാം അല്ലേ? അപ്പം ദീപയുടെ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. വരൂ. എന്ത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞ്? കപ്പലണ്ടി സേമിയ പായസം. കപ്പലണ്ടി സേമിയ പായസം. എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്? സേമിയ, പഞ്ചസാര, കപ്പലണ്ടി, കശുവണ്ടി, മുന്തിരി, ഏലക്ക പൊടിച്ചത്, നെയ്യ്, പിന്നെ പാല്. വളരെ ചെറിയ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി. ഓക്കെ. അപ്പം ഇനി നമുക്ക് അവിടെ രമ്യയോട് ചോദിച്ചിട്ട് ഞാൻ വരാം. രമ്യ, എന്ത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ചെറുപയറിന്റെ പായസം. ചെറുപയർ പരിപ്പ് പായസം അല്ലേ? ഓക്കെ, ഒന്ന് ഇൻഗ്രീഡിയൻസ് പറയൂ. ഇത് ചെറുപയർ വേവിച്ചാണ്. കാഷ്യൂ ഫ്രൈ ചെയ്താണ് ഗീല്. ഇത് കാടിമം പൊടിച്ചു വെച്ചാണ്. ഓക്കെ. ഇത് തേങ്ങാപ്പാലാണ്. ഇത് കാഷ്യൂ മിക്സ് ഫ്രൈ എടുത്താണ് ഗീല്. ഗീ ആൻഡ് ഇത് ശർക്കര ഉരുക്കിയതാണ്. ശർക്കര ഉരുക്കിയത്, പിന്നെ പാല് അല്ലേ? ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. അതെ, ചെറുപയർ പരിപ്പ് പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. സിമ്പിളാണ്. നമുക്ക് അപ്പോൾ ചന്ദ്രജ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചന്ദ്രജയോട് ചോദിക്കാം. ചന്ദ്രജ, പറയൂ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? അവല് വറുത്ത് പൊടിച്ചത്, ഏലക്കായും. അവലോ? ഓ, അത് ശരി. അവല് വറുത്ത് അരച്ച് പൊടിച്ചത്. അവലിന്റെ പായസമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവല് വറുത്തരച്ച് പൊടിച്ച് ഇത് ആദ്യമായിട്ടാണ് ഒരാൾ കൊണ്ടുവരുന്നത്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത്, കിസ്മസ്, മിൽക്ക് മെയ്ഡ്, കൊപ്ര, കാഷ്നട്ട് വറുത്തത്, നെയ്യ്, സേമിയോ, പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത്. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണോ?
അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അല്ലേ? ഞാൻ ഇനി മാഹിയിൽ നിന്ന് വന്ന നമ്മുടെ റെജിന ചേച്ചിയുടെ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചറിയാം. എന്താണ് ചേച്ചി പറയും? അവല് വറുത്തത്, അവല് വറുത്തത്, പഞ്ചസാര, കിസ്മിസ്, കാഷ്നട്ട്, കപ്പലണ്ടി, കട്ട്മണ്ട് പൊടിച്ചത്, പാൽ. ചേച്ചി പറയുന്നുണ്ടായിരുന്നു മാഹിയിലെ എന്തോ സ്പെഷ്യൽ പായസമാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന്. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചോദിച്ചറിഞ്ഞു, നമുക്ക് ഏകദേശം മനസ്സിലായി അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നിറപര ഓണം പായസമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഷോ തുടങ്ങിയപ്പോൾ മുതൽ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലാവും കാസർഗോഡ് നിന്നും കൊല്ലത്ത് നിന്നും എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്. എല്ലാവരും നല്ല കഴിവുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്ര ഇന്നോവേറ്റീവായിട്ടുള്ള നല്ല വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പീസ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇവിടെ വരാം, ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നല്ല സമ്മാനങ്ങളുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാം. അതുകൊണ്ട് മറക്കാതെ നിങ്ങളെല്ലാവരും വിളിക്കുക. പിന്നെ നമ്മുടെ പായസമൊക്കെ ഇവർ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ എന്താണ് ഇനി ചെയ്യുന്ന പ്രോസസ്സ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദീപ ചേച്ചി എന്താണ് നെയ്യ് ഒഴിച്ചു അല്ലേ? എത്ര സ്പൂൺ ഒഴിച്ചു? 2 സ്പൂൺ. 2 സ്പൂൺ. വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാണ്? നേവൽ ബേസിൽ. ഇതിലേക്ക് സേമിയ വറക്കണം. സേമിയ നെയ്യിൽ വറുത്തെടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ വറുത്തെടുക്കുന്നതിനുള്ളിൽ നമുക്ക് അവിടെ രമ്യ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. രമ്യ എന്താണ് ഇവിടെയും നെയ്യാണല്ലോ ഉരുളിയിൽ. അതെ. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി ഞാൻ ഈ വിസിലടിച്ചത് ഈ പരിപ്പിട്ട് ഇതിൽ ഇടാൻ പോവാണ്. ഈ പരിപ്പ് തേങ്ങാപ്പാലിലാണോ വേവിച്ചെടുത്തത്? അല്ല, വെള്ളത്തിലാണ്. നമ്മൾ നെയ്യിലേക്ക് ഈ 3 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ബോയിൽ ചെയ്ത് വെച്ച് പരിപ്പ് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക. ഇവിടെ എല്ലാവരും ഭയങ്കര ശ്രദ്ധയോടുകൂടി അവിടെ സേമിയ വറക്കുന്നു, ഇവിടെ സേമിയ വാരിക്കഴിഞ്ഞു, അവിടെ പരിപ്പ് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തായിരുന്നു ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത്? ഇതിപ്പം നെയ്യിൽ പാല്, അത്രേ ഉള്ളൂ. കാഷ്നട്ട് ഫ്രൈ ചെയ്ത് അതിനുശേഷം പാലൊഴിച്ചു. ചന്ദ്രജ എന്തായി? പാലാണോ ആഡ് ചെയ്തത്? സേമിയയിൽ പാൽ ആഡ് ചെയ്തു. നന്നായിട്ട് മുക്കി എടുക്കണോ? അങ്ങനെയാണോ? വീട്ടിൽ ഈ പായസം ഉണ്ടാക്കി എന്നാണല്ലോ എന്നോട് പറഞ്ഞല്ലേ? അമ്മ കഴിച്ചു അല്ലേ? അമ്മ കൂടെ വന്നിട്ടുണ്ടല്ലോ? വന്നിട്ടുണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നു? +2. +2നോ? +2 പഠിക്കുന്ന കുട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ +2 പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇത് കാണുക. കണ്ടോ, ചന്ദ്രജ +2 പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ഇവിടെ വന്നു. ഇനി എത്രയോ കുട്ടികൾ അവിടെ ഇരിപ്പുണ്ട്, കുക്കിംഗ് അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക, വരിക, സമ്മാനം മേടിച്ചുകൊണ്ട് പോവാം. എന്തായി രമ്യ? കുറുകി വരണം. വേണം, വെയിറ്റ് ചെയ്യണം. ശകലം ഇത് വരണം, ടൈറ്റ് വരണം. പിന്നെ ഇത്തിരി പാലൊഴിക്കില്ല. എല്ലാവരും പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി കഴിഞ്ഞ ഇത്ര പെട്ടെന്നോ? എൻ്റെ ദൈവമേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പായസവും പിന്നെ ഒരു 2-3 പായസം കൂടി ഉണ്ടാക്കി ഓണത്തിന് അങ്ങ് തകർക്കാം അല്ലേ? ഇത്ര സിമ്പിളായിട്ട് അധികം സമയമൊന്നും എടുത്തില്ലല്ലേ? ഇപ്പൊ ലാസ്റ്റ് എന്ത് പ്രോസസ്സൊക്കെ ചെയ്തേ? ലാസ്റ്റ് നമ്മൾ അവലും പാലൊക്കെ ഇടുന്ന കുറച്ച് മാറ്റി വെക്കും. അതായത് ലാസ്റ്റ് ഇടാൻ, അത് നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കണമല്ലോ, എന്തെങ്കിലും ഒന്ന്. അതിൽ അവല് വെന്ത് പോവല്ല. ഇത് മാഹിയിൽ ഉണ്ടാക്കുന്ന പായസമാണോ? അത് ശരി. അപ്പോൾ ഇടയ്ക്ക് സന്തോഷം വരുമ്പോൾ, മാഹിയെ ഓർമ്മ വരുമ്പോൾ അവല് പായസം ഉണ്ടാക്കും. ഇതിൻ്റെ റിസൾട്ട് ചേച്ചിയുടെ മുഖത്ത് ആ കോൺഫിഡൻസ് കണ്ടാൽ തന്നെ അറിയാം ആള് എക്സ്പേർട്ടാണെന്നുള്ളത്. നമുക്ക് ഇവരുടെയും കൂടി ഒന്ന് റെഡി ആയതിനു ശേഷം കഴിക്കാം അല്ലേ? എന്തായാലും ആദ്യം റെഡി ആക്കിക്കൊണ്ട് റെജിന ചേച്ചിയുടെ ആയിരിക്കും നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു. ചന്ദ്രജ എന്തായി? തിളച്ചുകൊണ്ടിരിക്കുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്.
ഇത് അവല് പൊടിച്ചത്. അവല് പൊടിച്ചത്. ഇവിടെ അവല് വെച്ചിട്ടാണ്, ഇവിടെ വീണ്ടും അവല് പൊടിച്ചത് ഇടാൻ പോകുന്നു. തിളച്ചതിന് ശേഷം അരിപ്പൊടി ഈ അവല് പൊടി ഇടുമ്പോൾ അങ്ങ് ഒരു കട്ടിയാവത്തില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വീണ്ടും നമ്മൾ പാൽ ആഡ് ചെയ്യും. ഇത്തിരി ഇവിടെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെച്ച പാലില്ല, അത് ഇത്തിരി കൂടെ ആഡ് ചെയ്യും. അപ്പൊ നടക്കട്ടെ, ഞാൻ അവിടെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്തായി ഫ്രണ്ട് ഏകദേശം തീർത്ത് റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ ആയി വരുന്നു, പായസമായി വരുന്നു. കോമ്പറ്റീഷൻ കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ തീരുമാനമാവും? ഇവിടെ കിട്ടിയ ഒരിക്കലും ഇല്ല, അങ്ങനെയില്ല. ഫ്രണ്ട്ഷിപ്പ് അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പായസം എന്നാണ് ദീപ ചേച്ചി പറയുന്നത്. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇനി ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം കാണുന്നില്ല. വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നെയ്യിൽ വറുത്തെടുക്കണം അല്ലേ? ഓക്കെ. ഇവിടെ വന്ന് ഏലക്ക പൊടിച്ചതിടുന്നു. ഇവിടെ വന്ന് ഞാനിപ്പോൾ എത്ര പായസമാണ് പഠിച്ചത്. കുറേ പായസം പഠിച്ചു. എനിക്കിപ്പോൾ ഏകദേശം അറിയാം. അത് കാഷ്യൂവും ഗ്രൗണ്ട് നട്ട്സും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നെയ്യിലിട്ട് വറുത്തെടുക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ ഇനിയിപ്പോൾ അടുത്തത് ഇനി പായസത്തിൻ്റെ ഒരു ബുക്ക് എഴുതിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മാത്രം പായസം പഠിച്ചു. അതും ഓരോ എപ്പിസോഡിൽ വരുന്ന ഓരോ വെറൈറ്റി പായസങ്ങളാണ്. അവിടെ രമ്യ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. രമ്യ എന്താണ്? ഞാനിപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ ഉരുക്കി ശർക്കര ഒഴിച്ചേക്കണം. ഇപ്പം കുറുകി വന്നു, ശർക്കര ഇട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. അതെ അല്ലേ? ഓൾമോസ്റ്റ് കഴിയാറായി ഫൈനൽ സ്റ്റേജ് എത്താറ്. ഇനി അത് തേങ്ങാപ്പാലല്ലേ? അതെ, അത് ഫൈനലിൽ ആഡ് ചെയ്തു. അതെ, ഒത്തിരി ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ പൂനെയിലാണ് ജനിച്ച് വളർന്നതൊക്കെ അല്ലേ? കുറെ നോർത്ത് ഇന്ത്യ. കേരളത്തിലാണ്. ബോട്ടപ്പ് ഇൻ ഒറീസ, ആഗ്ര, പഞ്ചാബ്. എത്ര ലാംഗ്വേജസ് അറിയാം? 5-6 അറിയാം. അതെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിറപറ പിന്നെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓണത്തിന് ഓണമെന്നേ പറയാൻ പറ്റുള്ളൂ. പായസമേള അതിന് അറിയാവുന്ന ഇപ്പോൾ ഒറീസയിലെ ഒഡീസിയാണ്. എന്ത് ഭാഷയാണ് പായസമേള? അതും മലയാളമാണല്ലേ? എന്നാ എല്ലാവർക്കും ഓണ ആശംസകൾ എന്ന് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ പറഞ്ഞു. ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. വേറെ ഏതെങ്കിലും നമുക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു ലാംഗ്വേജിൽ പറഞ്ഞു. ഹിന്ദിയിൽ പറഞ്ഞാൽ മതി. ഹിന്ദിയിൽ പറഞ്ഞാൽ മതി. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ. യു ടെൽ. പറഞ്ഞു. എന്താ പറയണ്ടേ? ഹാപ്പി ഓണം പറഞ്ഞു. मैं अपनी तरफ से आप सब लोगों को हैप्पी ओणम कहती हूँ. ഞങ്ങളുടെ तरफ से. हाँ, मैं अपने और आप मेरे इन सब साथियों की तरफ से हैप्पी ओणम विश करती हूँ आप सब लोगों को. ഓക്കെ, ധന്യവാദ്. താങ്ക് യു. അല്ല ഏട്ടാ, ശുക്രിയ അല്ലേ? സംഭവം കൊള്ളാം കേട്ടോ. ഹിന്ദി പറയുന്ന കേൾക്കുമ്പോൾ ഒരു നല്ല ഹിന്ദി സിനിമ കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. എല്ലാവരുടെയും പായസം എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏറ്റവും നല്ല പായസം ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് സമ്മാനം കൊണ്ടുപോകുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ ആരെയും മുഖത്ത് നോക്കാതെ പായസത്തിൽ മാത്രം നോക്കിയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾക്കിതിന് ശേഷം, ഈ ഷോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർ ചെയ്ത് ശരിയായില്ല, അവർക്ക് അല്ലായിരുന്നു കൊടുക്കേണ്ടത്, ആ മറ്റേ കുട്ടിക്കായിരുന്നു കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാണല്ലേ? തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും SMS അയക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം, അത് ഉണ്ടാക്കിയ ആളുടെ പേര്. തീർച്ചയായിട്ടും ഇമെയിൽ വഴിയും ഞങ്ങളോട് നിങ്ങളുടെ കമൻറ്റ്സ് പറയാം. അയക്കേണ്ട ഇമെയിൽ ID payasamela@flowerstv.in. അതുപോലെ നിങ്ങളും ഇതുപോലെ പായസം ഉണ്ടാക്കി ഭയങ്കര എക്സ്പേർട്ടുകളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ ബയോഡാറ്റ, പിന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആ പായസത്തിൻ്റെ റെസിപ്പി, ഇതെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരിക. തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്.
അങ്ങനെ പായസം എല്ലാവരും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരാൾ ഇവിടെ എത്ര നേരം ഞാനിങ്ങനെ നോക്കി നിൽക്കണം, എൻ്റെ പായസം ഒന്ന് കഴിക്കൂ എന്നുള്ള ഒരു മുഖഭാവമായിട്ട് നമ്മുടെ റെജീന ചേച്ചി നിൽക്കുന്നുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? നന്നായിട്ടുണ്ട്. അവൽ പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: അവൽ 400 ഗ്രാം, പഞ്ചസാര 1/2 കിലോ, പാൽ 1 ലിറ്റർ, നെയ്യ് 1 കപ്പ്, കാഷ്യൂനട്ട്, ഏലക്ക, കപ്പലണ്ടി എന്നിവ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ആദ്യം അവൽ നെയ്യിൽ വറുത്തതിനു ശേഷം തിളപ്പിച്ച പാലിലിടുക. അതിലേക്ക് പഞ്ചസാര ഇടുക. വെന്തു വരുമ്പോൾ ഏലക്ക പൊടിച്ചിടുക. കിസ്മിസും കാഷ്യൂനട്ടും നെയ്യിൽ വറുത്തിടുക. അവൽ പായസം റെഡി. അപ്പോൾ ഇനി ചന്ദ്രജ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചന്ദ്രജയുടെ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ചന്ദ്രജ കഴിക്കട്ടെ? കഴിച്ചു നോക്കിയായിരുന്നോ? കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കൂ. നന്നായിട്ടുണ്ട്. നല്ല ആ കൊപ്ര ഇടയ്ക്ക് കഴിക്കുമ്പം നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. നന്നായിട്ടുണ്ട്. എന്തായാലും ഒരു +2 വിദ്യാർത്ഥിനി ഇത്രയും നല്ല പായസം ഉണ്ടാക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സമ്മതിച്ചിരിക്കുന്നു. കൊപ്ര സേമിയ പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: സേമിയ 200 ഗ്രാം, അവൽ 50 ഗ്രാം, പാല് 1 ലിറ്റർ, പഞ്ചസാര 250 ഗ്രാം, ഏലക്ക, കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ ആവശ്യത്തിന്, നെയ്യ് ആവശ്യത്തിന്, കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: നേർത്തതായി അരിഞ്ഞ കൊപ്ര നെയ്യിൽ വറുത്ത് കോരി വെക്കുക. അണ്ടിപ്പരിപ്പും കിസ്മിസും സേമിയയും വെവ്വേറെയായി നെയ്യിൽ വറുത്തെടുക്കുക. ഇതിലേക്ക് മധുരമില്ലാത്ത കാച്ചിവെച്ച പാൽ ഒഴിക്കുക. സേമിയ വെന്ത് വരുമ്പോൾ വറുത്ത കൊപ്ര ഇടുക. കുറച്ചുനേരം കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര ചേർത്ത് പാൽ ഒഴിക്കുക. തിളച്ചു വരുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക്, അവൽപ്പൊടി, കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ വിതറുക. കൊപ്ര സേമിയ പായസം റെഡി. പായസം കഴിച്ച് ഞാനിന്ന് ക്ഷീണിക്കും കേട്ടോ. അങ്ങനെ ദീപ ചേച്ചിയുടെ സേമിയ കപ്പലണ്ടി പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നന്നായിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. കപ്പലണ്ടി സേമിയ പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: കപ്പലണ്ടി 100 ഗ്രാം, സേമിയ 1 ബൗൾ, പഞ്ചസാര 250 ഗ്രാം, നെയ്യ്, ഏലക്ക, കശുവണ്ടി എന്നിവ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: സേമിയ ആദ്യം നെയ്യിൽ വറുത്ത് മാറ്റിവെക്കുക. കശുവണ്ടി, കപ്പലണ്ടി, മുന്തിരി എന്നിവ വറുത്ത് മാറ്റിവെക്കുക. പാൽ തിളച്ചു കഴിയുമ്പോൾ വറുത്ത സേമിയ ഇടുക. കുറുകി വെന്ത് വരുമ്പോൾ പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, മുന്തിരി എന്നിവ ഇടുക. കപ്പലണ്ടി സേമിയ പായസം റെഡി. ഇനിയിപ്പോ ഇവരുടെ 3 പേരെ നോക്കി ഇനി ഒരാൾ കൂടി. ചെറുപയർ പരിപ്പ് പായസം റെഡിയായോ രമ്യ? രമ്യയുടെ ചെറുപയർ പരിപ്പ് പായസമാണ് ഞാൻ കഴിച്ചു നോക്കാൻ പോകുന്നത്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ചെറുപരിപ്പ് പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങാപ്പാൽ 2 ബൗൾ, പാൽ 1 ബൗൾ, നെയ്യ് 3 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക എന്നിവ ആവശ്യത്തിന്, ശർക്കര 250 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വെവ്വേറെ നെയ്യിൽ പൊരിച്ചു കോരി വെക്കുക. പരിപ്പ് നെയ്യ് ഒഴിച്ച് വറുത്തതിനു ശേഷം അല്പം വെള്ളം ഒഴിച്ച് വേവിക്കുക. പാകമാകുമ്പോൾ പാലൊഴിച്ച് തിളപ്പിക്കുക. ഉരുക്കിയ ശർക്കര ഒഴിക്കുക. പരിപ്പ് ഉടച്ചെടുക്കുക. തേങ്ങാപ്പാൽ അവസാനമായി ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, തേങ്ങാക്കൊത്ത് എന്നിവ ചേർക്കുക. ചെറുപരിപ്പ് പായസം റെഡി. 4 പേരുടെയും പായസം ഞാൻ കഴിച്ചു കഴിഞ്ഞു. എന്നത്തെയും പോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. എനിക്ക് ഇവരുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇതിനൊരു തീരുമാനം എടുക്കുന്നത് വരെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. നിറപര ഓണം പായസമേളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മുടെ പായസത്തിൽ ഏറ്റവും നല്ല പായസം ഏതാണെന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്.
ഇനി അധികം നേരം ഞാനിങ്ങനെ സസ്പെൻസ് നിലനിർത്തുന്നില്ല. നമുക്കത് എന്തായാലും സമ്മാനം കൊടുത്തല്ലേ പറ്റുള്ളൂ. എല്ലാവരും വരൂ. എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ടെൻഷനൊന്നും വേണ്ട. എല്ലാവരും നന്നായിട്ട് തന്നെ പായസം ഉണ്ടാക്കി. പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച ആളെ കണ്ടെത്തേണ്ടതുകൊണ്ട് ഒരാളെ ഉള്ളൂ വിന്നർ. അപ്പോൾ അതാരായിരിക്കും എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. അത് മാഹിക്കാരി റെജീന ചേച്ചി കൊണ്ടുപോവോ, അതോ പൂനെയിൽ നിന്ന് വന്ന കേരളത്തിൻ്റെ മകളായ രമ്യ കൊണ്ടുപോവോ, അതോ ചന്ദ്രജ, അതോ ദീപ ചേച്ചിയോ? ഞാൻ വെറുതെ ബിൽഡപ്പ് ചെയ്തതാണ്. പറയട്ടെ, അത് രമ്യക്കാണ്. രമ്യ, ഓ എനിക്ക് തന്നെ അടിച്ചു ആ ലോട്ടറി ചെയ്ത്. എനിവേസ് കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. നല്ല പൈസ ആയിരുന്നു. മറ്റെല്ലാവരുടെയും പൈസ നല്ലതാണ് കേട്ടോ. രമ്യയുടെ കുറച്ച് കൂടുതൽ നന്നായിരുന്നു. അതുകൊണ്ട് രമ്യക്ക് സമ്മാനം കൊടുക്കുന്നു. രമ്യക്ക് നിറപറ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് സമ്മാനം. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി അടുത്ത ദിവസം പുതിയ മത്സരാർത്ഥികളുമായിട്ട് പുതിയ 4 പായസങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ. ഞങ്ങൾ ഉടനെ വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ.